ഒക്കെ തട്ടിയെടുക്കുകയല്ലേ. സ്ഥാപനം തട്ടിയെടുക്കുക, സംവിധാനങ്ങൾ തട്ടിയെടുക്കുക, ഖാലിസ്ഥാനം തട്ടിയെടുക്കുക. കൂട്ടത്തിൽ ഇപ്പൊ അവിടെ നിഷ്കളങ്കരായ കുറച്ച് മുതലാളിമാർ, അവിടുത്തെ കുറച്ച് അഭ്യസ്ത വിദ്യരായ എഡ്യൂക്കേറ്റഡായ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ നേതൃത്വത്തിലൊക്കെ നടന്നിരുന്ന ഒരു നല്ലൊരു പരിപാടി, അത് കുളം തോണ്ടി. അങ്ങനെ പോയി 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 അങ്ങനെ മണപ്പിച്ച് ചെന്നിപ്പോൾ എന്ത് ചെയ്തു? അതിപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ കയ്യിലാക്കി. അപ്പൊ സംഘടനാവൽക്കരിക്കണം, എല്ലാം നമ്മുടെ സംഘടനയുടെ കീഴിൽ. അതിന്റെ പേരിൽ പൊരിഞ്ഞടി അടക്കുക, പാൻറ് ബാലന്മാരിറങ്ങിയിരിക്കുക. കോഴിക്കോട് ജില്ലയിലെ കക്കാട്ടുകാരനായ ഒരു പാൻറ് ബാലൻ ഇറങ്ങിയിട്ട് പറഞ്ഞു ഇത്രേ മസ്ലഹത്ത് ചർച്ച കോഴിക്കോട് ആസ്ഥാന മന്ദിരത്തിൽ കാരന്തൂര്. അപ്പൊ പറഞ്ഞു ഇതുവരെ ഞങ്ങൾ നടത്തിയിരുന്ന ഹുബ്ബുർ റസൂൽ അല്ല, ഹുബ്ബു ശൈത്താനാണ്. അതിലെല്ലാരും കൂടി ഹാലിളകി. അതിൽ വന്ന മുതലാളിമാര് പറയുന്നുണ്ട്, പ്രായമുള്ള മൊയ്ലിയർ അപ്പുറത്ത് ഇരിക്കണം നിങ്ങളെ നല്ല കാലം, അല്ലെങ്കിൽ ഇതിന് മറുപടി ഈ രൂപത്തിലല്ല വരിക. ഇങ്ങനെ കിട്ടാവുന്ന രൂപത്തിലൊക്കെ പണം പിടുങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഹുബ്ബുർ റസൂലല്ല, ഹുബ്ബുൽ മാൽ വഹുബ്ബുൽ ജാഹ്. പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും ശപിക്കപ്പെട്ട വർഗമായി ഈ കാന്തപുരം സമസ്തക്കാരും മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകേണ്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മൾ ആഘോഷിക്കുന്ന നബിദിനം എല്ലാ അധികാരവും നൽകപ്പെട്ട, എല്ലാ നന്മകളും അള്ളാഹു സംവിധാനിച്ച് കനിഞ്ഞരുളിയ മുത്തുറസൂലിന്റെ തിരുപ്പിറവിയാ നമ്മൾ ആഘോഷിക്കുന്നത്. നിഴലില്ലാത്ത മുത്തുറസൂൽ, ഈച്ചയിരിക്കാത്ത മുത്തുറസൂൽ, ആ ശറഫാക്കപ്പെട്ട ശരീരം തീയിലിട്ടാലും വീണാലും കരിയാത്ത മുത്തുറസൂൽ, കുഴഞ്ഞു കിടക്കുന്ന പിതാവല്ല, എല്ലാ അധികാരവും നൽകപ്പെട്ട ലോകരാജാവായ മുത്തുറസൂൽ. സ്വപ്നം കണ്ടാൽ അത് മുത്തുനബി തന്നെ. പിശാചിന് ഒരു നിലക്കും ഇടപെടാൻ കഴിയാത്ത മുത്തുറസൂൽ. എല്ലാം നൽകാൻ അധികാരമുള്ള റസൂലുള്ള തന്നെ തന്നു എന്ന് പറയാൻ നമുക്ക് വലിയ ആവേശം നൽകിയ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയാണ് സാവിയത്തു സൂഫി ആഘോഷിക്കുന്നത്.